അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ഞങ്ങളിന്ന് ഒരു യാത്രയിലാണ്. അപ്പോൾ യാത്രക്കിടയിൽ ഈ വിൻഡോ സീറ്റിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു വിഷയം മനസ്സിൽ വന്നത്. ഇപ്പോൾ നീറ്റ് എക്സാം കഴിഞ്ഞു. SSLC പരീക്ഷയുടെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന മണിക്കൂറുകളാണ്. സ്വാഭാവികമായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളാണിത്. ചില രക്ഷിതാക്കളും കുട്ടികളെങ്കിലും അബദ്ധം ചെയ്യുന്ന ഒരു സമയമാണ്. അഥവാ രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചിട്ടുണ്ടാകും. രണ്ട് കാലും ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ച് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് ഉറക്കൊഴിച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാകും. മാത്രമല്ല ടീച്ചേഴ്സിൻ്റെ, പാരൻസിൻ്റെ, ഫ്രണ്ട്സിൻ്റെ, നൈബേഴ്സിൻ്റെ, റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഒരു ശക്തമായ സമ്മർദ്ദം. ഈ 10ാം ക്ലാസ്സല്ലേ നിങ്ങൾ ചോദിച്ചാൽ ആ സമ്മർദ്ദത്തിൻ്റെ ഒരു മുൾമുന അത് വേറെ ഉണ്ടാകും. ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ റിസൾട്ട് വരുന്നൊരു ദിവസം ഏറെ ചങ്കിടിപ്പോടുകൂടി ആയിരിക്കും നിൽക്കുക. ഒരു പരിധിയുടെ അപ്പുറത്ത് നമ്മുടെ മനസ്സ് പ്രഷർ പോയിന്റിലേക്ക് പോകുമ്പോൾ അവിടെ ഡിപ്രഷൻ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാനിവിടെ പറയാൻ പോണ കാര്യം, ഇപ്പോൾ ഫുൾ A+ പ്രതീക്ഷിച്ചൊരു കുട്ടിക്ക് ഒരു A+ പോയാൽ പോലും അതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന പാരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ആ കുട്ടി തന്നെയുണ്ട്. എന്നാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്. ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യരെ ആത്മഹത്യയിൽ നിന്ന് സംരക്ഷിക്കുന്ന, ഡിപ്രഷനിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു വചനമാണത്. അസാൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും അസാൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾക്ക് നന്മയാണെന്ന് വിചാരിക്കുന്നൊരു കാര്യം നിങ്ങൾക്ക് ദോഷമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം നിങ്ങൾക്ക് ദോഷമായിരിക്കും. നിങ്ങൾക്ക് ദോഷകരമാണ് എന്ന് വിചാരിക്കുന്ന, നിങ്ങൾക്ക് അനിഷ്ടമുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഗുണകരവുമായിരിക്കും. ഞാൻ കണ്ടൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരാളൊരു കടയുടെ മുന്നിൽ ഇങ്ങനെ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് തേങ്ങയും പട്ടയൊക്കെ കൂടെ വന്നിട്ട് അയാളുടെ കാലിൽ വീണു. അപ്പോൾ കാല് വലിച്ചിട്ട് അയാൾ അങ്ങോട്ട് ഓടുകയാണ്. അപ്പം ശരിക്കും അയാൾക്ക് ഒരു നഷ്ടമാണത്, ഇഷ്ടമല്ലാത്തൊരു കാര്യമാണത്. എന്നാൽ കുറഞ്ഞ സെക്കൻഡുകൾ കഴിയുമ്പോൾ ഒരു നിയന്ത്രണം വിട്ട വണ്ടി ആ ഭാഗത്തേക്ക് ഇടിച്ച് കയറുകയാണ്. ശരിക്കും ആ തേങ്ങയും പട്ടയൊക്കെ വീണിട്ടില്ലായിരുന്നെങ്കിൽ അയാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ അതുപോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു A+ നഷ്ടപ്പെടുമ്പോഴേക്ക്, അല്ലെങ്കിൽ മാർക്ക് ഇത്തിരി കുറയുമ്പോഴേക്ക്, അല്ലെങ്കിൽ പരീക്ഷ എഴുതേണ്ടി വരുമ്പോഴേക്ക് നമ്മൾ മെൻ്റലി ഡിസ്റ്റർബ് ആകല്ല വേണ്ടത്. സാധാരണ പറഞ്ഞു വരുന്നൊരു കഥ എനിക്ക് ഓർമ്മ വരികയാണ്. കുറേ പൂക്കളും ചെടികളും ഒക്കെ ഉള്ള സ്ഥലത്ത് കുറച്ച് പൂമ്പാറ്റകൾ ഒന്നിച്ച് ജീവിച്ചിരുന്നു. എല്ലാ പൂമ്പാറ്റകൾക്കും കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ വർണ്ണങ്ങളുണ്ട്. ഒരു പൂമ്പാറ്റക്കൊഴികെ, കറുത്തൊരു പൂമ്പാറ്റ, നിറമില്ലാത്ത ആ പൂമ്പാറ്റ എന്നും നിരാശനായി ഇങ്ങനെ ജീവിക്കും. എനിക്ക് മാത്രം വർണ്ണച്ചിറകുകളില്ല എന്നത് വിചാരിക്കും. അങ്ങനെ ഒരു ദിവസം പൂമ്പാറ്റയെ പിടിക്കാൻ ഒരാൾ വന്നു. വലിയൊരു നെറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രത്യേകതരം സംവിധാനം ഉപയോഗിച്ചിട്ട് പൂമ്പാറ്റകളെ മുഴുവൻ ഒറ്റക്കോരലിന് അത് ആ കെണിയിൽ അകപ്പെടുത്തി. അങ്ങനെ നോക്കുമ്പോൾ അതിലൊരു കറുത്ത പൂമ്പാറ്റിനെ കണ്ടു. വർണ്ണവും ഭംഗിയൊന്നുമില്ലാത്ത പൂമ്പാറ്റിനെടുത്ത് പുറത്തേക്കിട്ട് ആ മനുഷ്യൻ പോയപ്പോൾ ആ പൂമ്പാറ്റ പാറി സന്തോഷത്തോടെ അതിൻ്റെ അമ്മേൻ്റെ അടുത്ത് ചെന്നു. അമ്മേ, ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടത്, വേറെ ആരും രക്ഷപ്പെട്ടില്ല അമ്മയെന്ന് പറയണം. അപ്പോഴാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്, നിന്റെ നിറമാണ് നിന്നെ രക്ഷപ്പെടുത്തിയത്. ഇത്രയും കാലം നിനക്ക് ഇഷ്ടമില്ലാതിരുന്ന നിന്റെ നിറം. അപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തും അതിനൊക്കെ പിന്നീടൊരു ഗുണമുണ്ട്. എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട്, എല്ലാ പ്രയാസത്തിനും ഒരു ആശ്വാസമുണ്ട് എന്ന ഒരു തത്വം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ കൂടുതൽ ആവേശത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു പരീക്ഷയിൽ ഇത്തിരി മാർക്ക് കുറയുന്നു എന്നുള്ളതൊന്നും ഒരു വലിയ വിഷയമല്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ശരിയായതിലേക്കും ഏറ്റവും ഗുണപരമായതിലേക്കും എന്നെ എത്തിക്കണം എന്ന് മാത്രമാണ്. അതുകൊണ്ട് മാർക്ക് കുറഞ്ഞ കുട്ടികളെ പാരൻസ് ഇങ്ങനെ നീ അന്ന് അങ്ങനെ നോക്കാത്തതുകൊണ്ടാണ്, അന്ന് ഇങ്ങനെ ഇരുന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞവരെ നോവിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നൊമ്പരമുള്ളൊരു ഹൃദയമുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഡിപ്രഷൻ സാധ്യത വളരെ കൂടുതലാണെന്നാണ്. ഒരാളൊരു സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അതിന് കാല് തന്നെ വീഴുമ്പോൾ ആ കാല് തന്നെ വീഴുന്നത് വളരെ ചെറിയ സെക്കൻഡുകൾക്ക് മുമ്പാണ്, മില്ലി സെക്കൻഡുകൾക്ക് മുമ്പാണ്
ആ വിവരം യഥാർത്ഥത്തിൽ അവർ അറിയുന്നത്. ഇത് നമ്മൾ ഓരോരുത്തരും ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കുറേ ചിന്തിച്ചു കൂട്ടാതെ ശരിയായ ദിശയിൽ എല്ലാവരും മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ആശ്വാസം പകരുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് വേണ്ടി സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളെ തീർച്ചയായും ഉപയോഗിക്കുക. പീസ് റേഡിയോ പോലുള്ള സംരംഭങ്ങൾ നിങ്ങളുടെ ഇത്തരം മനസ്സംഘർഷങ്ങളിൽ ആശ്വാസം പകരുന്ന ധാരാളം സംരംഭങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും മൂന്നാമത്തെ ഒരാളോട് മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന ദുഃഖം മൂന്നാമത്തെ ഒരാളോട് ഷെയർ ചെയ്തൊന്ന് റിലാക്സ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ചില നഷ്ടങ്ങൾ ഒരുപക്ഷെ നമുക്ക് വരും. എല്ലാവർക്കും എത്ര ചെറിയ മാർക്കാണ് കിട്ടിയതെങ്കിലും നമുക്കൊരു ഇടമുണ്ട്, നമുക്കൊരു ഭാവിയുണ്ട്. ആരെ പറയണത് പോലെ നമ്മൾ കഴിക്കുന്ന ഓരോ അരിമണിയിലും നമ്മുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്കുള്ള ഒന്നിവിടെ ഉണ്ട്. അതിലേക്ക് നമ്മൾ എത്തും എന്ന ആശ്വാസമാണ് ഉണ്ടാകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.